ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മാരനെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ. ശുക്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ശുക്രിയുടെ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു. വായ്പ എടുത്ത് 10 ലക്ഷം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിർധര കുടുംബത്തിന്റെ വീടും സ്ഥലവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തതിനെ തുടർന്ന് താമസിക്കാൻ ഇടമില്ലാതെ കുടുംബം. നിർധരരായ കുടുംബം ജപ്തി ചെയ്ത വീടിന്റെ അടുത്ത് ടെന്റ് കെട്ടിയാണ് ഈ കുടുംബം കഴിയുന്നത്. നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള 20.5 സെന്റ് സ്ഥലവും അതിലുള്ള വീടുമാണ് ജപ്തി ചെയ്തത്. 2018 ബിനു അലക്സാണ്ടർ നിലമ്പൂർ കേരള ബാങ്ക് ശാഖയിൽ നിന്ന് 10 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഈ സ്ഥലം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞങ്ങൾക്ക് എന്നാൽ ബാങ്കിലത്തെ കടം വീട്ടിയിട്ട് എന്നാൽ കുറച്ച് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾക്കൊരു 5 സെന്റ് സ്ഥലം ഒരു ചെറിയൊരു പെരയും വേണ്ടല്ല. അത് ഞങ്ങൾക്ക് വാടകയ്ക്ക് കഴിയാനൊന്നും നിവർത്തിയില്ല. ആരെങ്കിലും ഇതൊന്ന് എടുത്ത് സഹായിച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു. അല്ലാതെ വേറെ സഹായങ്ങളൊന്നും കിട്ടുമല്ലേ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ആകെയുള്ളത് ഇപ്പോൾ അതാണ്. ഇതൊന്ന് വിൽപ്പന നടന്ന് കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ആരെങ്കിലും സഹായിച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരം ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇത് വീട്ടിയിട്ട് ഞങ്ങൾക്ക് എന്നാൽ എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലവും വാങ്ങിയൊരു പെരയുള്ളത് ഇവിടുന്നൊക്കെ വിട്ടുപോയാൽ നല്ല കുറഞ്ഞ പൈസക്കൊക്കെ സ്ഥലം കിട്ടുന്നൊക്കെ വേണം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു 5 സെന്റോ ഒരു ചെറിയൊരു ഓലപ്പേര പണ്ടൊക്കെ നമ്മൾ ഓലപ്പേര വെക്കണമായിരിക്കും എന്തെങ്കിലും ഒരു ഷെഡ് വെച്ച് അവിടെ താമസിക്കും. അതുപോലെ ഈ ബാങ്കിൻ്റെ പലിശ ഇതൊന്നും നമ്മളൊക്കെ അടയ്ക്കാൻ കഴിയില്ല. എടുക്കാനിപ്പോൾ ഒരാളെ കിട്ടിയാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തീർക്കാം തോന്നുന്നു. ബുധനാഴ്ച തൊട്ടിട്ടാണ് ഞങ്ങൾ ഈ പുറത്ത് കിടക്കൽ തുടങ്ങിയത്. എനിക്കാണെങ്കിൽ സുഖമില്ലാത്ത ഞാൻ ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റൊക്കെ ആയിട്ട് ഈ തണുപ്പ് പറ്റൂല, ചൂട് പറ്റൂല. ഇപ്പം ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ബാത്റൂമിൽ പോകാനൊക്കെ. രാവിലെ ഒരു ഗുളിക, ഉച്ചയ്ക്ക് മരുന്ന് 3 നേരം മരുന്ന് കുടിക്കുന്നതാണ്. ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കണ്ട് ആ ഉള്ള വേദനയൊക്കെ തിരിച്ചു വന്നു, ഒന്ന് കുറഞ്ഞു വന്നതേന്ന്. പിന്നെ സുഖമില്ലാത്ത മോനെ ഞാൻ മോളെ വീട്ടിലേക്ക് വിട്ടത്. അവനതൊന്നും ഇവിടെയൊന്നും നിർത്താൻ പറ്റൂല. നല്ല വൃത്തിയുള്ള സ്ഥലം വേണം. ഒന്നാമത് ഈ കിഡ്നീൻ്റെ ഇതുള്ളതിനെ കൊണ്ട് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അവിടെ മരുമോൻ മരിച്ചിട്ട് അങ്ങനെയാണ്. ഓളാണെങ്കിൽ ഒരു ചെറിയ ജോലിക്ക് പോയത്. ആ കുട്ടികളെയും ഞങ്ങൾ നോക്കണം, ഇവിടുത്തെ കാര്യവും നോക്കണം. അവനെ അവിടെ ആക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അല്ലാതെ ഇതെന്തെങ്കിലും ഒന്നും ആകണ്ടേ. ബാങ്കുകാർ പറഞ്ഞു നിങ്ങളൊരു 15 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ ഞങ്ങൾ മോൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് ഹാജരാക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇളവ് ഞങ്ങൾ തരാം, ഞങ്ങൾ പരമാവധി കുറച്ച് തരാം. അപ്പോഴേക്കിനും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ സംസാരിച്ചാൽ ഒരു പരമാവധി എന്തെങ്കിലും ഇളവ് തരും. ഭർത്താവ് അലക്സാണ്ടറിന്റെ സുഹൃത്തായ മുനീബിന്റെ മകളുടെ വിവാഹാവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വായ്പ എടുത്തത്. കോവിഡ് വന്നതോടെ അലക്സാണ്ടറിന് ജോലി നഷ്ടമായി. നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. മുനീബിന് രോഗം ബാധിച്ച് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായതോടെയാണ് കുടുംബം നിലവിലെ അവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ അനിയനും ഞാനും സ്നേഹിതൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസൻ്റെ ആവശ്യമുണ്ടായ ഗൾഫിലെ ടൈമിലാണ് ഇങ്ങനെ ഈ ലോണ് കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനത് ശരിക്കും 2-3 റുപ്യ അടച്ച് കറക്റ്റ് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ വൈഫാ സർജറി കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇവരെ സഹായിക്കാൻ ഇനിയും കൂടി സഹായിക്കണ രീതിയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവരെ ഈ വീടെടുത്ത് കണ്ട് അവർക്ക് അതിനുള്ള ആരെങ്കിലും ഒന്ന് സഹായത്തിന് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഒരു നല്ലൊരു ഉപകാരമാണ്. എൻ്റെ അവസ്ഥ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. പലിശ അടക്കം 22 ലക്ഷമാണ് നിലവിലെ കടബാധ്യത. പലിശ ഇനത്തിൽ 40% വരെ ഇളവ് നൽകുമെന്നും 17 ലക്ഷം ഒറ്റത്തവണയായി അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നും അധികൃതർ പറഞ്ഞു. സർഫാസി നിയമപ്രകാരം മഞ്ചേരി CJM കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലെന്നാണ് ബിനുവും ഭർത്താവ് അലക്സാണ്ടറും പറയുന്നത്. ആരെങ്കിലും ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായാൽ തങ്ങളുടെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തതോടെ മാതാപിതാക്കളും മക്കളും താമസിക്കാൻ മറ്റൊരിടം ഇല്ലാത്തതിനാൽ വീടിന് മുന്നിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി അതിനുള്ളിലിരിക്കുകയാണ്. വീട് സീൽ ചെയ്തതിനാൽ വൈദ്യുതിയുമില്ല. ഈ രീതിയിലുള്ള വിഷയങ്ങൾ മാറി മാറി വരുന്ന ഒരു രാഷ്ട്രീയ കക്ഷികളും
മുന്നിട്ടിറങ്ങുന്നില്ല. ഇപ്പോൾ ഇവർ ഇവിടെ പുറത്താക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞു. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ കക്ഷികളും ഇവരെ സഹായത്തിനോ എന്തെന്ന് ഇങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു അന്വേഷണത്തിന് പോലും ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ കടക്കണിയിൽ കുടുങ്ങുന്നവരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുകയോ അതുപോലെ ഇവരെ എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമം നടത്താൻ പോലും ഒരു രാഷ്ട്രീയ കക്ഷികളും ഇന്നേ വരെ മുന്നിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ പേരിൽ പലരും ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരിക്കൽ പോലും ഒരു ആത്മഹത്യയിലേക്ക് ഒരു കുടുംബത്തെ പോലും തള്ളിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രയാസപ്പെട്ട് പുറത്താക്കപ്പെടുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി PV അൻവർ എന്ന് പറയുന്ന MLA രാഷ്ട്രീയം മറന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഡൊമാട്രിക് മൂവ്മെൻറ്റ് ഓഫ് കേരള DMK രൂപീകരിച്ച് ഇതുപോലെ കടക്കണിയിൽ കുടുങ്ങുന്നവരെ ഏത് രീതിയിൽ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ഇവരെ കരകയറ്റാമെന്നുള്ള രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരുണയുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണിവർ. ഇപ്പോൾ നടത്തിയത് നിയമപരമായ നടപടി മാത്രമാണെന്നും ഒറ്റത്തവണയായി കുടുംബത്തിന് പണം തിരിച്ചടയ്ക്കാൻ അവസരമുണ്ടെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. ഇപ്പോൾ നടത്തിയത് പ്രതീകാത്മക ജപ്തി മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു. ഈ കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 9480865388 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.